السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മനസ്സിലാക്കുകയും മുത്തഖികളും മുവഹിദുകളുമായി ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي. സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത്. തീർച്ചയായും ഇതാണ് എൻ്റെ മാർഗം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ആഹ്വാനം ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊണ്ടും ആചരിച്ചും പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം എന്ന ആദർശം ഇതാണ് നേർമാർഗം. ഫത്തബിഉ, അതിനെ നിങ്ങൾ പിൻപറ്റണം. നമ്മൾ ഇത്തിബാഴ് ചെയ്യേണ്ട മാർഗം, മദ്ഹബ്, തരീഖത്ത് ഏതാണ്? തരീഖത്തുർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തരീഖത്താണ്. വലാ തത്തബിഉ സുബുൽ, അതല്ലാതെ മറ്റ് അനേകം തരീഖത്തുകൾ, മാർഗങ്ങൾ ഉണ്ടാകും, അത് നിങ്ങൾ പിൻപറ്റരുത്. റസൂലിൻ്റെ തരീഖത്ത്, റസൂലിൻ്റെ മദ്ഹബ് പിൻപറ്റുക. അതിനെതിരായിട്ടുള്ള എല്ലാ തരീഖത്തുകളും എല്ലാ മദ്ഹബുകളും നിങ്ങൾ തള്ളുക. മറ്റേതെങ്കിലും മദ്ഹബിന്റെ തരീഖത്തിന്റെ പിന്നാലെ പോയാൽ ഫതഫറഖ ബിക്കും അൻ സബീലി, റസൂലിന്റെ തരീഖത്തിൽ നിന്ന് അവ നിങ്ങളെ തെറ്റിച്ചു കളയും, ഭിന്നിപ്പിച്ചു കളയും. സൂറത്തുൽ അൻആം 6-ാമത്തെ സൂറത്തിലെ 153-ാമത്തെ ആയത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല, അദ്ദേഹം പറഞ്ഞു, ഖത്തർ റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ മുസ്തഖീമ. അല്ലാഹുവിന്റെ റസൂൽ നേരായ ഒരു രേഖ വരച്ചു. ഫഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഹാദാ സബീലുല്ലാ, ഇതാണ് അല്ലാഹുവിന്റെ മാർഗം. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനി വഅൻ ശിമാലി, ആ നേർരേഖയിൽ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും ചെരിച്ചിങ്ങനെ മത്സ്യത്തിന്റെ മുള്ളുകൾ പോലെ രേഖകൾ വരച്ചു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദിഹി സുബുൽ, ഇത് അനേക മാർഗങ്ങളാണ്, ഇത് വ്യത്യസ്ത തരീഖത്തുകളാണ്. വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഈ വളഞ്ഞു നിൽക്കുന്ന ഓരോ മാർഗത്തിലും ശൈത്താനുണ്ട്. യദൂ ഇലൈഹി, ആ വഴിയിലേക്ക് ക്ഷണിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിലേക്കുള്ള ഏക ആദർശം അസ്സിറാത്തുൽ മുസ്തഖീം, നേരായ തരീഖത്ത്. അതിൽ നിന്ന് നരകത്തിലേക്ക് തെറ്റിച്ചു കൊണ്ടുപോകുന്ന അനേക മാർഗങ്ങൾ. ഒരു വഴിയിലൂടെ യഹൂദമാർഗം, ക്രൈസ്ത്യാനികളുടെ മാർഗം, വ്യതിയാനം വന്നവരുടെ മാർഗം, ഇതൊക്കെ നരകത്തിലേക്കാണ്. എന്റെ ഉമ്മത്ത് തന്നെ വിവിധ കക്ഷികളായി പിരിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി അലാ 73 മില്ല, എന്റെ ഉമ്മത്തി 73 മില്ലത്തായിട്ട് ഭിന്നിക്കും. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് എല്ലാവരും സ്വർഗത്ത് പോകുന്നല്ല പറഞ്ഞത്. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു മാർഗം ഒഴികെ ബാക്കി എല്ലാം നരകത്തിലാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ പേര് പറയുന്ന, ഷഹാദത്ത് കലിമത്തുകൾ ഉരുവിടുന്ന, 5 നേരം നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന വിഭാഗങ്ങളിൽ തന്നെ നരകത്തിലേക്കുള്ളവരുണ്ട്. കുല്ലുഹും ഫിന്നാർ, എന്റെ ഉമ്മത്തിൽ എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു മില്ലത്തൊഴികെ. ആ മില്ലത്തേതാ? നബി കാണിച്ച നേർമാർഗത്തിലൂടെ, തരീഖത്തു റസൂലിലൂടെ സഞ്ചരിക്കുന്നവർ. ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ പഠനത്തിനെടുക്കുന്നത്.
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് ഖുർആൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ മാതൃക എവിടെയാണ്? ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നാൽ ഭിന്നത പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളൊന്നുമില്ല. ഭിന്നത പരിഹരിക്കാനുള്ള അടിസ്ഥാന മാർഗം റസൂലിന്റെ മാതൃകയിലേക്ക് വരിക. ദീനിന്റെ ഓരോ വിഷയങ്ങളും വിശ്വാസകാര്യങ്ങൾ മുതൽക്കിങ്ങോട്ട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ, ഇബാദത്തുകൾ, ഇതിലെല്ലാം നമ്മൾ അവലംബിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിന്റെ റസൂലിനെയാണ്. അതാണ് അനേക മാർഗങ്ങളെ പിൻപറ്റരുത്, റസൂലിന്റെ മാർഗത്തെ പിൻപറ്റണം എന്ന് പറയുന്നതിന്റെ പൊരുൾ അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാനും കലഹത്തിലകപ്പെടുത്താനും തമ്മിൽ തല്ലിക്കാനും പല വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേറ്റവും മുൻനിരയിൽ നിൽക്കുന്ന കടുത്ത ശൈത്താനീയത്തിന്റെയും ഭിന്നതയുടെയും വക്താക്കളാണ് യഹൂദികൾ. യഹൂദികളുടെ ജോലി എന്തെന്നറിയാമോ? മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കൽ, അവരെ ദീൻ. മുസ്ലിങ്ങൾക്കിടയിൽ കക്ഷിത്വമുണ്ടാക്കുക. ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനോട് ഒരിക്കലും യോജിക്കാത്ത ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ പ്രമാണങ്ങൾക്ക് പോലും ഘടകവിരുദ്ധമായ ഏർപ്പാടുകൾ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അത് ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെ തുടക്കം കുറിച്ചത് യഹൂദികളാണ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ആദ്യം നിൽക്കുന്ന ആൾക്കാരാണ് ഷിയാക്കൾ. പിന്നീട് നമുക്ക് വിശദീകരിക്കണം, പഠിക്കണം. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഷിയായിസ് ഉണ്ടാക്കിയതാന അബ്ദുല്ലാഹിബ്നു സബ് എന്ന് പറയുന്ന യഹൂദിയാണ്. ക്രിസ്ത്യാനികൾ ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? അതൊരു യഹൂദിയാണ് ഉണ്ടാക്കിയത്. ഈസാ നബി ദീനുൽ ഇസ്ലാമാ പഠിപ്പിച്ചത്. ഈസാ അലൈഹി സ്വലാം തൗഹീദാണ് പഠിപ്പിച്ചത്. സൃഷ്ടിപൂജയ്ക്ക് എതിരാണ് അദ്ദേഹം. പിന്നെ എങ്ങനെ ഈസാ അലൈഹി സ്വലാമിന്റെ അനുയായികൾ ഈസാ നബിയെ തന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗമായി മാറി? യഹൂദികളിൽപ്പെട്ട ശൗൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അയാളുടെ പേര് ശൗൽ എന്നാണ്. ഇന്ന് ക്രിസ്ത്യാനികൾ അയാളെ വിളിക്കുന്നത് സെന്റ് പോൾ എന്നാണ്, വാഴ്ത്തപ്പെട്ട പൗലോസ്. സെന്റ് പോൾ എന്ന് പറഞ്ഞ ആരാ? ശൗലാണ്. ശൗൽ എന്ന് പറഞ്ഞ യഹൂദിയാണ്. അയാൾ ഒരു സുപ്രഭാതത്തിൽ ഈസാ അലൈഹി സ്വലാം ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം അയാൾ പ്രഖ്യാപിച്ചു, ഞാൻ ഈസാ നബിയുടെ മതത്തിലേക്ക് വന്നു. ഈസാ നബിയെ ദ്രോഹിക്കാനും കൊന്നുകളയാനും കുരിശിൽ തറക്കാനുമൊക്കെ യഹൂദികൾ ഓടി നടക്കുമ്പോൾ അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന തമ്മാടിയാണ് ശൗൽ. പക്ഷേ ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹു ആ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. ഖുർആൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ശൗൽ പറയുന്നു, എനിക്ക് മാനസാന്തരമുണ്ടായി. ഞാൻ ഇനി മുതൽ ഈസാ നബിയുടെ അനുയായിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഈസയാണ്. അങ്ങനെ ഈസാ നബിയുടെ അനുയായിയാണ് എന്ന് പറഞ്ഞ് ഈസാ നബിയുടെ മതം, അതായത് ഇസ്ലാം, അത് പ്രബോധനം ചെയ്യാൻ ഇയാൾ രംഗത്തിറങ്ങി. കൂടെ കുറെ ആളുകൾ കൂടി. പുതിയൊരാൾ ദീനിലേക്ക് വരുമ്പോൾ എല്ലാവരും കാര്യമായിട്ട് കൊണ്ടുനടക്കുമല്ലോ, അപ്പൊ ഇയാളെയും കൊണ്ടുവരണം. അങ്ങനെ എല്ലായിടത്തും ഓടി നടന്ന് ഇങ്ങനെ ദീന് പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ അയാൾ വിഷം ചേർക്കാൻ തുടങ്ങി, വെള്ളം ചേർക്കാൻ തുടങ്ങി. ഇസ്ലാമിന് നിരക്കാത്ത ചില വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ഈസാ നബിയുടെ ആശയമാണ് എന്നുള്ള നിലക്ക് ദുർവ്യാഖ്യാനിച്ചു. യഹൂദികൾ കൊണ്ടു നടക്കുന്ന പല പിഴച്ച വിശ്വാസങ്ങളും ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തത് അങ്ങനെയാണ്. അതിൽപ്പെട്ടതാണ് വാഴ്ത്തപ്പെട്ടവരെ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ച് അവരെ ആരാധിക്കുക എന്നുള്ളത്. സെയിന്റുമാരുണ്ടായത് അങ്ങനെയാണ്. വാഴ്ത്തപ്പെട്ടവർ സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള ഒരുപാട് ആളുകളെ, അവരുടെ ഖബറിടങ്ങളെ അവിടെ സുജൂദ് ചെയ്യുകയും അവിടെ ഇബാദത്തുകൾ നടത്തുകയും അവരുടെ പേരിൽ ബലിയറക്കുകയും അവർക്ക് നേർച്ചകൾ നേരുകയും അങ്ങനെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ ഖബറിടങ്ങളിൽ, മഖ്ബറകളിൽ നടത്തുന്ന സമ്പ്രദായം ആരംഭിച്ചത് യഹൂദികളിൽ നിന്ന് ക്രിസ്ത്യാനികൾ അത് തുടർന്നു. അതുകൊണ്ടാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദ ക്രൈസ്തവർക്ക് ശാപം. അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും അങ്ങേയറ്റം വിദൂരം പോകട്ടെ, അവർ നശിച്ചു പോകട്ടെ, തുലഞ്ഞു പോകട്ടെ. കാരണം എന്താ? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അംബിയാക്കളുടെ ഖബറുകളെ സുജൂദിന്റെ സ്ഥലമാക്കി, ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. മഹാന്മാരുടെ മഖബറകൾ പൂജിക്കുക, അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ മഹാന്മാർക്ക്, അംബിയാക്കൾക്ക്, ഔലിയാക്കൾക്ക് നൽകുക. ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം വസ്വാലിഹിഹിം മസാജിദ. അംബിയാക്കളുടെയും സ്വാലിഹുകളുടെയും ഖബറുകൾ മസ്ജിദാക്കുക എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് യഹൂദികളാണ്. യഹൂദികളിൽ നിന്ന് ക്രിസ്ത്യാനികൾ എങ്ങനെ? ശൗൽ എന്ന് പറഞ്ഞ ഒരുത്തൻ ഇസ്ലാമിന്റെ കുപ്പായിട്ട് വന്നിട്ട് പണിയെടുത്തു. പിന്നീട് അതെന്തായി മാറി? ഈസാ നബി പഠിപ്പിച്ച ആദർശത്തിന്റെ 1 നമ്പർ എതിരാളികളായിട്ട് ഈസാ നബിയുടെ അനുയായികൾ മാറി. അവർ ഈസാ നബിയുടെ കാര്യത്തിൽ അതിരുവിട്ടു. ഈസാ നബി അള്ളാഹുവിന്റെ പുത്രൻ എന്ന് പറയുന്നവർ പിൽക്കാലത്തുണ്ടായി.
ഈസാ നബി അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്നവരുമുണ്ടായി. വ്യതിയാനം ഒരു സുബൈക്കങ്ങ് പ്രത്യക്ഷപ്പെടലല്ല, ക്രമേണ അവിടെ അവരെത്തിച്ചേർന്നു. ഇന്ന് മുസ്ലിം ഉമ്മത്തും അതേപോലുള്ള അപകടത്തിലേക്ക് എത്തിയിരിക്കും. യഹൂദിയായ അബ്ദുല്ലാഹിബ്നു സബൈ എന്ന തമ്മാടി, യഹൂദ പുരോഹിതൻ, അയാൾ ഒരു ദിവസം വന്നിട്ട് ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമായി എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ വിശ്വസിച്ചു. സ്വഹാബികൾ ജീവിച്ചിരിപ്പില്ലാത്ത നാട്ടിലാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചത്. അതായത് അതിർത്തി നാടുകളിൽ, ഇസ്ലാമിന്റെ ഖിലാഫത്ത് നടക്കുന്നതിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചു. അവിടെ ദുർബലരായ വിശ്വാസികളെയും മുനാഫിക്കുകളെയും ക്രോഡീകരിച്ച് സംഘടിപ്പിച്ച് അവർക്കിടയിൽ സംഘമുണ്ടാക്കി, പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി, അവരിലൂടെ ഞാൻ ഇസ്ലാമിന്റെ വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഈസാ നബിയുടെ അനുയായികളെ ശൗൽ എങ്ങനെയാണോ വഴിതെറ്റിച്ചത്, അബ്ദുല്ലാഹിബ്നു സബൈ എന്ന് പറയുന്ന ആ തമ്മാടി മുസ്ലിങ്ങൾക്കിടയിൽ വ്യതിയാന ചിന്തകൾ കൊണ്ടുവന്നു. അടിസ്ഥാനം ഇത് തന്നെ. മഹാന്മാരെ മീഡിയേറ്റർമാരാക്കി കൊണ്ടുവരും, നബിമാർ, നബി കുടുംബത്തിൽപ്പെട്ടവർ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രശംസയാണ് അബ്ദുല്ലാഹിബ്നു സബൈന്റെ ആദ്യത്തെ തുരുപ്പുചീട്ട്. അയാൾ എന്ത് ചെയ്തു? അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹത്വങ്ങൾ പറയാൻ തുടങ്ങി. അലി റളിയല്ലാഹുവിന്റെ കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും, ഹസൻ റളിയല്ലാഹു, ഹുസൈൻ റളിയല്ലാഹു, അങ്ങനെ അവർക്ക് പുതിയ പരിവേഷങ്ങൾ നൽകി. അവർക്ക് എത്രത്തോളം എന്നാൽ ഉലൂഹിയത്തിന്റെ ഇനങ്ങൾ പോലും അവർക്ക് വകവെച്ചു കൊടുത്തു. എല്ലാം കേൾക്കും, എല്ലാം അറിയും. അതിന് തക്കവണ്ണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവരാണവർ. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ കുറിച്ച് വെച്ച് പുലർത്തിപ്പോന്നിരുന്ന വിശ്വാസങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിങ്കൽ ശുപാർശ പറഞ്ഞ് കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന വിശ്വാസം യഹൂദികൾ പിഴച്ചതുപോലെ, ക്രിസ്ത്യാനികൾ പിഴച്ചതുപോലെ മുസ്ലിം ഉമ്മത്തിലും ആ പിഴവ് കൊണ്ടുവന്നവൻ അബ്ദുല്ലാഹിബ്നു സബൈ എന്ന തമ്മാടിയാണ്. നിങ്ങൾക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഖബർ പൂജയുണ്ടായി. ഷിയകളാണ് അത് കൊണ്ടുവന്നത്. മഹാന്മാരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം അത് സ്വഹാബികളിൽ നിന്നോ താബീങ്ങളിൽ നിന്നോ തബഉ താബീങ്ങളിൽ നിന്നോ മുസ്ലിം ഉമ്മയുടെ ഇമാമുകളിൽ നിന്നോ വന്നതല്ല. അത് വ്യതിചലിച്ചു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തി 73 ആകുമെന്ന് 23 പിരിയുമെന്ന് പ്രവചിച്ചപ്പോൾ അതിൽ അടിസ്ഥാനപരമായി 4 കക്ഷികളാണ്. അവരിൽ നിന്നുണ്ടായവരാണ് ബാക്കി എല്ലാ 73-ൽപ്പെട്ടവരും. അതിൽ ഒന്ന് മാത്രമാണ് ഇസ്ലാമിന്റെ കക്ഷി അഹ്ലുസുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും ആദർശം സ്വീകരിക്കുന്നവർ. അവരാണ് അഹ്ലുസുന്ന വൽ ജമാ. അസുന്ന എന്ന നബിചര്യ, അൽ ജമാ എന്ന സ്വഹാബത്തിന്റെ ചര്യ. നബിയുടെയും സ്വഹാബത്തിന്റെയും മാർഗം, അവരാണ് അഹ്ലുസുന്ന, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാ, അവരാണ് അഹ്ലുസ് സലഫ്, അവരാണ് അത്വായിഫത്തുൽ മൻസൂറ, അവരാണ് അൽ ഫിർഖത്തുൻ നാജിയ. പല പേരുകളിൽ അവർ അറിയപ്പെടുന്നുണ്ട്. ഏത്? യഥാർത്ഥ കക്ഷി, നബിയുടെ ത്വരീഖത്ത്. അതിൽ നിന്ന് ഭിന്നമായി പുതിയ മാർഗങ്ങൾ കൊണ്ടുവരികയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ചോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വലിച്ചെറിഞ്ഞ് അവിടേക്ക് ഏതെങ്കിലും ഖോജന്മാരുടെ കൗലുകൾ കൊണ്ടുവരികയോ ചെയ്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികൾ ഓരോന്നും കടന്നു വന്നിട്ടുള്ളത്. അവർ കൊണ്ടുവന്ന വിശ്വാസങ്ങളിൽ അതീവ ഗുരുതരമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള കാഫറുകൾ, ഇസ്ലാമിന്റെ എക്കാലത്തെയും ഇസ്ലാമിനോട് കൊടിയ ശത്രുത പുലർത്തുന്ന ഖിയാമത്ത് നാൾ വരെയും അങ്ങനെ തന്നെ ആയിരിക്കുന്ന ദജ്ജാലിന്റെ പാർട്ടിയായിട്ടുള്ള യഹൂദികൾ, അവര് രാവും പകലും മുസ്ലിങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാണ്. അവർക്ക് ഇസ്ലാമിനെ തകർക്കണം, മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കണം, അവർക്കിടയിൽ ചൈതന്യമുണ്ടാക്കണം. അതിന്റെ ഫിത്തനയുടെ പല അടിസ്ഥാന പേരുകളും അവരുടെ കൊണ്ടുവന്നിടും. അതിൽ കൊത്തിയിട്ട് മുസ്ലിങ്ങൾ തമ്മിൽ ഫിത്തനയിലാക്കുന്നവരും ദീനിന്ന് പുറത്താക്കുന്നവരും പിന്നെ കാഫറാക്കുന്നവരും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഭിന്നതയുടെ വക്താക്കളുമായി ഈ യഹൂദി മാർഗത്തിലൂടെ സഞ്ചരിക്കും. പക്ഷെ ഞങ്ങൾ യഹൂദികൾക്കെതിരാണ് എന്ന് അവർ സ്വയം സമാധാനിക്കുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ് വ്യതിയാന കക്ഷികൾ, പിഴച്ച കക്ഷികൾ മുസ്ലിം ലോകത്തുടനീളം വ്യാപിച്ചത്. അതിൽ തുടക്കം കുറിച്ച് അടിസ്ഥാനപരമായ 4 കക്ഷികളിൽ ഒന്ന് ഷിയാക്കളാണ്. ഖവാരിജുകളുണ്ട്, ഖദരിയാക്കളുണ്ട്, മുർജിയാക്കളുണ്ട്. അവരിൽ നിന്ന് കടന്നു വന്ന ഒരുപാടുണ്ട്. അവരുടെയൊക്കെ ഏതെല്ലാം വിശ്വാസങ്ങൾ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിലവിൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ കാണുന്ന പല വിശ്വാസങ്ങളും അത് അഹ്ലുസുന്നയുടേതല്ല, അത് വ്യതിയാന കക്ഷികളുടേതാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ധാരാളം രചനകൾ വന്നിട്ടുണ്ട്. അതിൽ ചിലതാണ് നമ്മൾ അവലംബിക്കുന്നത്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. എന്താണ്? ഖുർആൻ പറഞ്ഞു, കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ ഖുർഹുൽ ലക്കും. പോരാട്ടം എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതാണ്, നിങ്ങൾക്കത് വെറുപ്പുള്ള കാര്യമായിരിക്കും. വാസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. വാസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷവുമായിരിക്കും. നമ്മളൊരു കാര്യം വിശ്വാസമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും പോരാട്ടമാണെങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ചിലത് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനയിലുള്ളതാണെങ്കിൽ അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്.
നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ചില കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് വെറുപ്പായി തോന്നുന്ന ഇതെങ്ങനെ ഇപ്പോൾ ശരിയാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആത്യന്തികമായി വഹുവ ഖൈറുല്ലക്കും, നിങ്ങൾക്ക് ഖൈറാണ്. ഒരുപാട് വിഷയങ്ങൾ അതിൽ എണ്ണി പറയാനുണ്ട്. ഈ ഉമ്മത്തിൽ ഫിത്തന ഉണ്ടാകുന്ന ഏത് കാര്യം എടുത്തു പരിശോധിച്ചാലും എനിക്ക് വെറുപ്പുള്ള ഒരു കാര്യം ഞാൻ കൊണ്ടുവരികയില്ല, അത് ഹക്കാണെങ്കിലും എന്നുള്ളതാണ് ഈ ഭിന്നതയുടെ ആധാരമെന്ന് കാണാൻ സാധിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ടത് വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു കാര്യങ്ങൾ അറിയുന്നു, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നില്ല. സൂഫിസം എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞ കക്ഷികൾ അറിയപ്പെടുന്നത്. ഷിയാക്കളാണ് സൂഫിസം ഉണ്ടാക്കിയത്. സൂഫിസം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു മനോഹരമായ നാമമായിട്ടാണ് ലോകത്തറിയപ്പെടുന്നത്. സൂഫികൾ എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന മുസ്ലിങ്ങൾ, ഉയർന്ന മുസ്ലിങ്ങൾ, നല്ല ദീനി ആത്മീയ പരിവേഷമുള്ളവർ. പക്ഷെ സൂഫിസം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ പോലും ഇടാൻ കൊള്ളാത്ത വിശ്വാസമാണ് അവരുടെ കയ്യിലുള്ളത്. നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട സൂഫികൾ. ഈ സൂഫിസവുമായി ബന്ധപ്പെടാത്ത ഒരു മുസ്ലിം പ്രസ്ഥാനവും ഇന്ന് കേരളക്കരയിൽ ഇല്ല, സലഫികൾ ഒഴികെ. സൂഫികളുടെ ഏതൊക്കെ വിശ്വാസം ഇവിടെയുള്ള ഓരോ പ്രസ്ഥാനങ്ങളുടെ അരികിലുണ്ട് എന്ന് കാണാം. നമുക്ക് ഒരു പ്രസ്ഥാനത്തോടും പ്രാസ്ഥാനികമായ വിയോജിപ്പുകൾ ഇല്ല, ആദർശപരമായ വിയോജിപ്പുകളാണ്. സംഘടനാപരമായി നമ്മളൊരു പ്രത്യേക സംഘടനയെ വളർത്താൻ വേണ്ടി പ്രത്യേക സംഘടനകളെ തമസ്കരിക്കണം, നമ്മൾ ഏതെങ്കിലും സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നവരോ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരോ അല്ല. അഹ്ലുസുന്നയിലേക്കാണ് ക്ഷണം, സലഫിയത്തിലേക്കാണ് ക്ഷണം, സത്യത്തിലേക്കാണ് ക്ഷണം. അതിന് നമുക്ക് സമർപ്പിക്കാനുള്ളത് പ്രമാണങ്ങളാണ്. ഞങ്ങൾ ഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് കാണിച്ചു തരില്ല. അതേപോലെ തന്നെ മറ്റ് ഏതെങ്കിലും വ്യക്തികളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ വ്യക്തി കൊള്ളാവുന്നവനാണ്, യാതൊരു ശൈലീദോഷവുമില്ലാത്തവനാണ്, അതുകൊണ്ട് അയാളിലേക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ആത്മീയ നേതാക്കന്മാരെ കാണിക്കാൻ നമുക്കില്ല. ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ളത് പ്രമാണങ്ങൾ മാത്രമാണ്. ഈ പ്രമാണങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ത്വരീഖത്തുകാരെന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പിഴച്ചുപോയത്? കേരളത്തിലെ ത്വരീഖത്തുകൾ ശക്തമായി നിൽക്കുന്ന, അതായത് ഇസ്ലാമിനെ അങ്ങേയറ്റം തമസ്കരിക്കുന്ന, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ വേഷഭൂഷകളോടെ നടത്തുന്ന ഒരുപാട് കേന്ദ്രങ്ങളിൽ നമ്മുടെ വളാഞ്ചേരിയുമുണ്ട്, പരപ്പനങ്ങാടിയുണ്ട്, പെരിന്തൽമണ്ണയുണ്ട്. ഈ കുറ്റിപ്പുറത്തിനും കോട്ടക്കലിനും ഇടയിൽ ഒരുപാട് കേന്ദ്രങ്ങൾ ചെറുതും വലുതുമായി ഖാൻഗാഹുകളും മറ്റുമായി തരീഖത്തുകാർക്കുണ്ട്. അവർ ഒരുമിച്ചിരിക്കുകയും ഇന്ന് പള്ളിയിൽ നമസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് പോലും ഷെയ്ഖിന്റെയോ അല്ലെങ്കിൽ ഷെയ്ഖിന്റെ നായിബായിട്ടുള്ള വ്യക്തിയുടെയോ കൂടെ ഇരുന്ന് എന്തൊക്കെയോ അപശബ്ദങ്ങൾ ദിക്റുകളായി ഉരുവിടും. ഖുർആനിലുള്ളതല്ല, സുന്നത്തിലുള്ളതല്ല, ഷെയ്ഖ് പഠിപ്പിച്ചതാണ്, ഷെയ്ഖിന്റെ ഷെയ്ഖ് പഠിപ്പിച്ചതാണ് എന്നുവ, അല്ലെങ്കിൽ ഷാദുരി പഠിപ്പിച്ചതാണ്, തീജാനി പഠിപ്പിച്ചതാണ്, ഖാദിരിയത്താണ്, റഫായിയത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി നമ്മുടെ പരിസരങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ത്വരീഖത്ത് വിഭാഗങ്ങൾ വലിയ ഇബാദത്തായി ആണും പെണ്ണും അങ്ങനെ സംഘമായി ഒരിടത്ത് ചേർന്നിരുന്ന് നടത്തുന്ന ഒരുപാട് ദിക്ർ ഹൽഖകളുണ്ട്. ദീനല്ലാതൊന്നും, ഇസ്ലാമിന്റെ വേഷഭൂഷകളുണ്ട്, ഇസ്ലാമിന്റെ പേരുണ്ട്. ജമാഅത്തുകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പരിപാടികളിൽ ഉലുവാൻ പുകയ്ക്കും, അതിനിടയിലേക്ക് ലഹരിയുടെ ഇലകൾ പോലും കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാഗ്യമുണ്ടായി തൗഹീദിലേക്ക് വെളിച്ചം കിട്ടിയ സഹോദരന്മാർ പറയുന്നു, അവിടെ ധൂപക്കുറ്റികൾ പുകയ്ക്കും. എന്തിന്? ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകാൻ. അതിലേക്കാണ് ഈ കഞ്ചാവിന്റെ ഇല കൊണ്ട്. എന്നിട്ട് ആ പുകയൊക്കെ ആസ്വദിച്ചു നല്ല കേന്ദ്രം, അവിടെ ഇരുന്നാൽ നല്ലൊരു അനുഭൂതിയാണ്. കഞ്ചാവ് ഉപയോഗിച്ചാൽ അതിൻ്റെതായ അനുഭൂതി ഉണ്ടാവും. അവിടെ ദീനില്ല, അവർക്ക് നേതൃത്വം കൊടുക്കാൻ പണ്ഡിതന്മാരില്ല. മറിച്ച് പണ്ഡിത വേഷധാരികൾ, വലിയ തൊപ്പി, ഒന്നിലേറെ തലപ്പാവുകൾ, വാല് തൂക്കിയിടും, അങ്ങനെ ഹാവഭാവങ്ങൾ, കുറെ തസ്ബീഹ് മാലകൾ അല്ലെങ്കിൽ കുറെ മണികളുള്ള മാലകൾ, കൊന്തകൾ. ഈ കൊന്തയും മാലയും ഒന്നും ഇസ്ലാമിന്റെ ചിഹ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ദിക്ർ ചൊല്ലാൻ തസ്ബീഹ് മാല ഉപയോഗിച്ചിട്ടില്ല, സ്വഹാബികൾ ഉപയോഗിച്ചിട്ടില്ല, താബികൾ ഉപയോഗിച്ചിട്ടില്ല. എണ്ണാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ അത് മറ്റൊരു മസലയാണ്. ഞാൻ പറയുന്നത് ഇത് എണ്ണം പിടിക്കാനല്ല, ഇതിനൊക്കെ ഒരു ദൈവിക പരിവേഷമുണ്ട്, ഒരാത്മീയ പരിവേഷമുണ്ട്. അങ്ങനെ കുഫറിന്റെയും ഷിർക്കിന്റെയും വക്താക്കൾ കൊണ്ടു നടക്കുന്ന കൊന്തയും മാലയുമൊക്കെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളായി ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പിഴച്ച തരീഖത്തുകാരാണ്. കേവലം വേഷഭൂഷകളിൽ മാത്രമുള്ള കുഴപ്പമാണെങ്കിൽ സാരമില്ല, അതല്ല നമ്മൾ ആദ്യം ചർച്ചക്കെടുക്കുന്നത്. അവരുടെ വിശ്വാസമാണ്. നമ്മൾ വളരെ മാന്യന്മാരായി ഇസ്ലാമിന്റെ വലിയ രൂപങ്ങളായി, ഞാൻ പറഞ്ഞല്ലോ, വസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും അങ്കിവസ്ത്രങ്ങളും ഒക്കെ ധരിച്ചിട്ട് പാമരന്മാരായ ആളുകൾ ഇവരെന്തോ കാര്യമായ സംഗതിയാണെന്ന് വിചാരിക്കും. ഫാത്തിഹ പോലും ഓതാൻ അറിയാത്ത ശൈഖന്മാർ നമ്മുടെ നാട്ടിൽ. കാരണം അവർക്ക് അതിന്റെ ആവശ്യമില്ല, ഹാവഭാവങ്ങൾ മതി. റോട്ടിലൂടെ ഓട്ടോ അടിച്ചേർന്ന് ജീവിച്ച ആളുകൾ, കോഴിയർത്ത് വിറ്റ്, അതൊന്നും മോശമായതാണ് ഞാൻ പറയുന്നില്ല, അതായിരുന്നെങ്കിൽ അത് നല്ല ജീവിതമായേനെ.
അത് വിൽപ്പന നടത്തുന്ന ആളുകൾ പെട്ടെന്ന് ഇവൻ തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ആളാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്ന ആളാണല്ലോ, ബിസിനസ് ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഷെയ്ഖായിട്ട് അങ്ങോട്ട് അവതരിക്കും. പിന്നെ പച്ചക്കുപ്പായം, വെള്ളക്കുപ്പായം, ഒരുപാട് മാലകൾ, പിന്നെ എല്ലാ വിരലിലും പ്രത്യേക തിളക്കമുള്ള മോതിരങ്ങൾ, ഇതൊക്കെ ധരിച്ചിട്ടൊരു സുബൈക്ക് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടും. പിന്നെ ജനങ്ങളുടെ ദീൻ കൊള്ളയടിച്ച് വലിയ കോടിപതികളായി ബംഗ്ലാവുകളും വലിയ വാഹനങ്ങളുമായി നടക്കുന്ന കുറെ കോയന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വകവെച്ച് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ സ്വത്ത് കൊള്ളയടിക്കുന്ന ഈ തെമ്മാടികൾ. കഥകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി. കഥകളങ്ങനെ പറയാം. സ്വപ്ന കഥകൾ, കള്ളക്കഥകൾ, കറാമത്ത് കഥകൾ. കറാമത്തിനും നമ്മൾ ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. ഇസ്ലാമിൽ കറാമത്തൊക്കെ സ്ഥിരപ്പെട്ട സംഗതിയാണ്. അത്ഭുതകരമായ ചില സംഭവങ്ങൾ സ്വഹാബികളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒരു രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വെളിച്ചമില്ല, ഇരുട്ടില്ലാത്ത സ്ഥലത്ത് സ്വഹാബികൾക്ക് അള്ളാഹു ചന്ദ്രന്റെ വെളിച്ചം കാണിച്ചു. ഒരു മലയുടെ മറക്കിൽ നിന്ന് ചന്ദ്രനെ കാണാത്ത ഒരു വശത്തേക്ക് ഒരു കൂട്ടർക്ക് നടന്നു പോകണം. അവരങ്ങോട്ട് നടന്നു പോകുമ്പം ആ ചന്ദ്രൻ അങ്ങനെ പിളർന്ന് അവർക്ക് അങ്ങോട്ട് വെളിച്ചം കാണിച്ചു കൊടുക്കും. സംഭവിക്കാം. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഉക്കാശ റളിയല്ലാഹു അൻഹു, അദ്ദേഹം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, വാള് പൊട്ടി തെറിച്ചു വീണുപോയി. പിന്നെ വാളിലെ പിടി മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊതുമ്പ് എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ കൊതുമ്പ് വാള് പോലെ പ്രവർത്തിച്ചു. കൊതുമ്പ് കൊണ്ട് ശത്രുവിനെ വെട്ടിയപ്പോൾ തലതെറിച്ചുപോയി. സ്വഹീഹായ ചരിത്രങ്ങളാണ്. യുദ്ധക്കളങ്ങളിൽ അള്ളാഹു സ്വഹാബികളിലൂടെ കറാമത്തുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഭക്ഷണം പോലും കൊടുക്കാതെ അദ്ദേഹത്തെ ശത്രുക്കൾ തട്ടിക്കൊണ്ട് അവസാനം ഒരു മരക്കുരിശുണ്ടാക്കി നീളമേറിയ ആണികൾ നെറ്റിയിൽ തറച്ച് രക്തം വാർന്നൊഴുകിയാണ് അദ്ദേഹം ഷഹീദാകുന്നത്. ഹുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എതിരാളികൾ പിടിച്ചുകൊണ്ടുപോയി. ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് നിങ്ങൾക്കറിയാമോ, വെള്ളം കൊടുക്കാതെ പൂട്ടിയിട്ടു റൂമിൽ. പക്ഷെ അവർ വന്നപ്പോൾ അദ്ദേഹം ആരോഗ്യവാനായിരിക്കുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ട്. എവിടുന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയത് അദ്ദേഹത്തിനും അറിയില്ല. അള്ളാഹു ഇവിടുന്ന് ഒരു ഭക്ഷണം എത്തിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഇതൊന്നും നമ്മൾ നിഷേധിക്കില്ല. പക്ഷേ ഇന്നിങ്ങനെ നിസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സൃഷ്ടിപൂജ നടത്തുന്ന, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹു കറാമത്തുകൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കറാമത്ത് സത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. മുഅ്മിനുകൾക്ക്, മുത്തഖികൾക്ക് മാത്രം ലഭിക്കുന്ന. ബാക്കിയുള്ളിടത്തൊക്കെ സിഹറും അതേപോലെ തന്നെ മാജിക്കും അങ്ങനെ പല പരിപാടികൾ ഉണ്ടാവുന്നല്ലാതെ കറാമത്തൊന്നും ഒരു കാഫിറിനും അള്ളാഹു കറാമത്ത് നൽകിയില്ല. തനിച്ച കുഫറിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ കറാമത്തുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യങ്ങൾ വന്നാൽ പോലും അത് പോകാതെ എന്റെ ശൈഖ് എന്നെ രക്ഷിച്ചുകൊള്ളുമെന്ന് കരുതി സ്വന്തം ഭാര്യമാരെ പ്രസവ സമയത്ത് കൊലക്കി കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരും കള്ളത്തരീഖത്തിന്റെ ഉസ്താദുമാരും നമ്മുടെ നാട്ടിൽ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് ഹലാലാക്കിയതും പ്രോത്സാഹിപ്പിച്ചതുമായ ചികിത്സകൾ പോലും തടയുന്ന അവസ്ഥയിൽ ഇതൊന്നും എത്തിയത്. ഇത് വലിയ വലിയ ഭയാനകമായ ഒരു അപകടം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് എത്രമാത്രം വിപത്താണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നമെന്നറിയണം. എന്തൊക്കെയാണ് അവരെങ്ങനെയാണ് ജനങ്ങളെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്നത്? ശത്രുക്കൾ ഇതിന് രൂപം കൊടുക്കുന്നു. ഹിജറ 3-ാം നൂറ്റാണ്ടിലാണ് ഷിയകളായിട്ടുള്ള 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ഒരു സംഗതി കൊണ്ടുവന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾക്കും അവർ ബഹുജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ആശയമാണ് ആദ്യം അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് ദുനിയാവിനോടുള്ള സ്നേഹം കൂടി, ഭൗതിക പ്രമത്തത അത് അവസാനിപ്പിക്കണം. അവർ പള്ളിയിലേക്ക് അടുപ്പിക്കണം, ഇബാദത്തിലേക്ക് അടുപ്പിക്കണം. കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകർഷണം തോന്നും. പരലോക വിശ്വാസമുള്ള, നരകത്തെ പേടിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസം തോന്നും. നമ്മൾ അതിൽ പോയാൽ നമ്മൾ പരലോകം നന്നാക്കി എടുക്കാമല്ലോ. പരലോകം നന്നാക്കണമെങ്കിൽ അഖീദ ശരിയാവണം, ഇബാദത്തുകൾ ശരിയാവണം, ദിക്റുകൾ ഉണ്ടാകണം. അതൊന്നുമല്ല ഇവർ ചെയ്ത്. ഇവർ ഹാവഭാവങ്ങളിലൂടെ സ്വർഗം കിട്ടുമെന്ന കളവ് പാമരന്മാരെ ധരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ തുടക്കം കുറിച്ചത്. എന്നാൽ ദുനിയാവിനോടുള്ള വിരക്തിയാണ് ഇവരുടെ ഒന്നാമത്തെ ആയുധം. സത്യത്തിൽ ഇവർക്ക് ദുനിയാവിനോട് വിരക്തി ഉണ്ടോ? ഇല്ല. ഈ തരീഖത്ത് കേന്ദ്രങ്ങളിൽ എല്ലാ തോന്നിയാസവും ഉണ്ട്. ലഹരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, കള്ളുകൂടിയുണ്ട്, വ്യഭിചാരമുണ്ട്, ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എല്ലാവരെയും വ്യാപകമായി ഒരേപോലെ പറയാൻ നമ്മൾ ആളുകളല്ല. പക്ഷേ ഇതിന്റെ ശൈഖന്മാരെ കഥയൊക്കെ കണക്കാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ബ്രഹ്മചര്യം ഇസ്ലാം ഹറാമാക്കിയതാണ്. എന്നാൽ ബ്രഹ്മചാരികളായി അഭിനയിക്കുകയും വ്യഭിചാരികളായി ജീവിക്കുകയും ചെയ്യുന്ന ശൈഖുമാരുടെ ചരിത്രമാണ് മനസ്സിലായില്ലേ. അതായത് മുരീദന്മാരുടെ ഭാര്യമാരൊക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവർ, ഞങ്ങൾ സാധാരണക്കാരല്ല എന്ന നിലവാരത്തിലേക്ക് പരസ്യമായി അധപ്പതിച്ചു പോയ ശൈഖുമാരാണ് ഏതാണ്ട് എല്ലാ തരീഖത്തിന്റെയും തലപ്പത്തുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഷാദുലി, ടീജാനി, സനൂസി, അഹത്തിമി, ബറയൽവി എന്നിങ്ങനെ തുടങ്ങുന്ന അറിയപ്പെട്ട തരീഖത്തുകളാണ് നമ്മുടെ നാട്ടിൽ. ഇതുകൂടാതെ കേരളത്തിൽ നൂറിഷാ തരീഖത്തുണ്ട്, ആലന്തറ തരീഖത്തുണ്ട്, ആലുവ തരീഖത്തുണ്ട്,
അത് കുറേ എണ്ണം വേറെ ഉണ്ട്. ഇവിടെ പരിസരത്തൊക്കെയുള്ള തരീക്കത്തിന്റെ പേരെനിക്കറിഞ്ഞൂടാ. ഇവിടെ ചില തരീക്കത്തുകാരുമായി സംസാരിക്കുകയും സംവദിക്കുകയും നേരിട്ട് സംസാരിക്കുകയും സംവദിക്കുകയും ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ അപകടങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുഴപ്പം റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല. അവർ അള്ളാഹുവിന്റെ സ്ഥാനമൊക്കെ സൃഷ്ടികൾക്ക് കൊടുക്കുന്നിടത്തേക്ക് അതപ്പതിച്ചു പോയത് അങ്ങനെയാണ്. അതായത് വഹ്ദത്തുൽ വുജൂദ് എന്ന് അവർ പേരിടും. വഹ്ദത്തുൽ വുജൂദ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ വിശ്വാസമാണ്. വഹ്ദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരു സംഗതിയേ ഉള്ളൂ, അല്ലെ? ഈ ബഹുദൈവാരാധകർ പറയേണ്ട ഏകം സത്ത്, ഒന്ന് മാത്രമേ സത്യമുള്ളൂ, അത് റബ്ബാണ്. കേൾക്കാനൊക്കെ നല്ല ആലങ്കാരികമായ പ്രയോഗമാണ്. പക്ഷെ അങ്ങനെയാണോ? റബ്ബിന്റെ സൃഷ്ടികളുമുണ്ട്. റബ്ബ് സൃഷ്ടാവാണ്, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടി സൃഷ്ടാവ് എന്ന ദ്വൈതമാണ് ഇസ്ലാമിന്റെ ആധാരം. ഇവർ പറയുന്നു സൃഷ്ടി എന്നൊന്നില്ല, അത് മായയാണ്, മിഥ്യയാണ്. മനസ്സിലായില്ലേ? അതെല്ലാം മിഥ്യയാണ്, യാഥാർത്ഥ്യം റബ്ബ് മാത്രമാണ്. അപ്പൊ റബ്ബിന്റെ കുദറത്താണ് നമ്മൾ. റബ്ബിന്റെ കുദറത്തുകൊണ്ടാണ് മനുഷ്യന്മാരുണ്ടാക്കിയത്. റബ്ബിന്റെ കുദറത്ത് റബ്ബിന്റെ സിഫത്ത്. അപ്പൊ നമ്മളാരാ? നമ്മളും റബ്ബ്. ഒരാളൊരു പത്തിരി എന്നാൽ റബ്ബ് റബ്ബിനെ തിന്നുന്നു എന്നാണ് ഈ സൂഫികൾ പറയുക. നമുക്കത് നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിക്കേണ്ടതല്ല. രണ്ടു തരം ആത്മീയതയ്ക്ക് രണ്ടു തരം അവലംബങ്ങളുണ്ട്. ഒന്ന് സമാവിയത്ത്, രണ്ട് അർളിയത്ത്. സമാവിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് വരുന്നത്, അതാണ് വഹി. അതിന് അറബിയിൽ നക്കൽ എന്ന് പറയും. നക്കൽ, അക്കൽ. നക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വഹി. ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണ്? വഹിയാണ്. വഹിയാണെന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന നബിമാർക്ക് എത്തിച്ചു കൊടുക്കും, നബിമാരെന്ന് കിട്ടും. വേറെ ഔലിയാക്കന്മാർക്ക് എത്തിച്ചു കൊടുത്ത് കിട്ടുന്ന പരിപാടിയൊന്നുമില്ല. ഇസ്ലാമിന്റെ വഹി അമ്പിയാക്കൾക്ക് മാത്രമേ ഉള്ളൂ. അമ്പിയാക്കളിലൂടെയാണ് ദീൻ. ഔലിയാക്കൾ അമ്പിയാക്കൾ കൊണ്ടുവന്ന ദീന് പഠിപ്പിക്കേണ്ട ആൾക്കാർ മാത്രമാണ്. അല്ല, അവർക്ക് വേറെ ദീൻ വഹിയായിട്ട് വരില്ല. വഹി ഔലിയാക്കൾക്കില്ല, വഹി അമ്പിയാക്കൾക്ക് മാത്രമാണ്. ഇൽഹാമ ലോകത്ത് ഏത് മുഅ്മിനും ഉണ്ടാകാം. പക്ഷെ അതൊന്നും ദീനിന്റെ അടിസ്ഥാന നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഇൽഹാം ഒരാൾക്കും എടുക്കാൻ പറ്റില്ല. അത് ശൈത്താന്റെ ഇൽഹാമായിരിക്കും. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമാവിയത്താണ്. അതിനാണ് നഖ്ലിയത്ത് എന്ന് പറയുന്നത്. നഖൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നഖൽ എന്ന് പറഞ്ഞാൽ ഒറിജിൻ അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖേന നബിമാർക്ക് നഖൽ ചെയ്യുന്ന അങ്ങനെ ഉദ്ധരിക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കിട്ടുന്നതാണ് ദീൻ. ദീന് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസം സുബൈക്ക് ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ സ്വപ്നം കണ്ടു, അതാണ്ട് തബ്ലീഗ് ജമാഅത്തൊക്കെ ഉണ്ടായത് അങ്ങനെ. ഒരു കടുത്ത സൂഫി 4 തരീക്കത്തിൽ ചേർന്ന ഈ അദ്വൈതവാദിയായ വഹദത്തുൽ വുജൂദിന്റെ പിഴച്ച വിശ്വാസക്കാരനായ മുഹമ്മദ് ഇലിയാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അയാളൊരു സുബൈക്ക് ഇങ്ങനെ അയാളെ പള്ളിയിൽ കിടന്ന്, മേവാത്തിലെ പള്ളിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾക്കൊരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്ന ദർശനത്തിൽ നിന്നാ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടായത്. തനിച്ച തരീഖത്ത് പ്രസ്ഥാനമാണത്. അവരുടെ പിഴവുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളുടെ പിഴവുകളെ കുറിച്ച് സൂചിപ്പിക്കാനാണ് ഈ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം വഹദത്തുൽ വുജൂദ്, അള്ളാഹു പഠിപ്പിക്കാത്ത വിശ്വാസം. സൃഷ്ടിയും സൃഷ്ടാവും ഒന്നു തന്നെ, നമ്മൾ സൃഷ്ടാവിന്റെ ഭാഗം തന്നെ എന്നുള്ള വിശ്വാസം. എന്നാൽ നമുക്കറിയാം സൃഷ്ടാവ് ഒരിക്കലും സൃഷ്ടിയല്ല. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടി എന്ന വാദം അത് കുഫ്റാണ്. എല്ലാ സൃഷ്ടികളും അത് സൃഷ്ടാവ് തന്നെയാണ് എന്നുള്ള വാദം അവരവിടെ കിതാബിൽ എഴുതാം. ഫമാഫി ദവാത്തിൽ വുജൂദി കുല്ലിഹി ഇല്ലല്ലാഹു സുബ്ഹാന, ഈ പ്രപഞ്ചത്തിലുടനീളമുള്ള എല്ലാ വസ്തുക്കളും അത് അള്ളാഹു തന്നെയാണ്. നിങ്ങൾ നോക്കൂ, ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതിന് അവരെ കാഫറാക്കിയിട്ടുണ്ട് ഖുർആൻ. ഈസാ നബി അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിന് കാഫറാക്കിയിട്ടുണ്ട് ഖുർആൻ. അപ്പൊ ഒരവസ്ഥ എന്താ? അള്ളാഹു അല്ല, അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫറാണ്. പോട്ടെ, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം, എല്ലാ കാര്യങ്ങളും അറിയുക, എല്ലാ കാര്യങ്ങളും കാണുക, ഇത് അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടി എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് വിശ്വസിച്ചാൽ അതുകൊണ്ട് തന്നെ അവൻ കാഫറായി. അപ്പൊ പിന്നെ ഈ ലോകം മുഴുവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചാൽ അവന്റെ ആ കഥ എന്തായിരിക്കും? മുഴുത്ത കാഫർ. ഇസ്ലാമിന്റെ വേഷം ധരിച്ച് ഇസ്ലാമിന്റെ ഹാവഭാവങ്ങളിലൂടെ കൊണ്ടു നടക്കുന്ന പല ആളുകളും ഇസ്ലാമിന്റെ എതിരാളികളിൽ നിന്നുള്ള ആദർശം സ്വീകരിച്ച് തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന തെറ്റിദ്ധാരണയിൽ പോകുന്നവരാണ് എന്ന് കാണാൻ കഴിയും. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരോ റമദാനിലെ നോമ്പോ, അതൊക്കെ അവർക്ക് നിസ്സാരമായ ചില സംഗതികൾ മാത്രം, നേരം പോക്ക് മാത്രമാണ്. ചെയ്താലുണ്ടെങ്കിലും കുഴപ്പമില്ല. അവരുടെ അടിസ്ഥാന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങൾ, മക്ബറകൾ, മയ്യത്തിനെ പൂജിക്കുന്ന ആളുകളാണ്. മഹാന്മാരുടെ മക്ബറ. അള്ളാഹു നമ്മൾ ഒന്ന് തന്നെയാണല്ലോ. അപ്പൊ അവരെയും നമ്മളെ ഒന്നാക്കുന്നതിന്റെ മധ്യസ്ഥന്മാർ ഇവരാണ്. അതുകൊണ്ട് അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അടുക്കണം. റബ്ബുമായി യഥേഷ്ടം വ്യവഹാരം നടത്തുന്ന ആളുകൾ അവരായതുകൊണ്ട് മഹാന്മാരുടെ അടുത്ത് നമ്മൾ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കണം.
ഇബാദത്ത് ചെയ്ത് സ്വർഗം നേടുക എന്നുള്ളതല്ല. തരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു തരീഖത്തുകാരൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങളുടെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതോ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതോ അല്ല. നരകത്തിൽ പോയാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ ലക്ഷ്യം റബ്ബിലേക്ക് വിലയം പ്രാപിക്കലാണ്. ഇത് അദ്വൈതമാണ്, വഹദത്തുൽ വജൂദാണ്, ഇത് ഇസ്ലാമല്ല. തരീഖത്തുകാരന്റെ ഒന്നാമത്തെ ദോഷം റബ്ബിലേക്ക് വിലയം പ്രാപിക്കണമെന്ന വിശ്വാസവുമായി ജീവിക്കുന്നു. ഇത് ഖുർആനിലുണ്ടോ റബ്ബിലേക്ക് വിലയം പ്രാപിക്കൽ? ഹദീസിലുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്ലാമിൽ അതില്ല. ഖുർആൻ പറയുന്നത് ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലകും മിൻഹു നദീറും മുബീൻ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടണം, ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് ഓടണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതെങ്ങനെ അള്ളാഹുവിലേക്ക് ഓടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത ദീനൊക്കെ ഉപേക്ഷിച്ച് ഇസ്ലാമിന്റെ ദീനിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിക്കുക. ഇതിനെയാണ് ഇവർ ദുർവ്യാഖ്യാനിച്ച് നമ്മൾ അള്ളാഹു ആകണമെന്ന് ദുർവ്യാഖ്യാനിച്ചു. ഖുർആനിനെയും സുന്നത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കണം. അപ്പോഴേ ഇത്തരം വ്യതിയാന ചിന്തകളിൽ ആകർഷിക്കപ്പെടുന്നതിൽ രക്ഷപ്പെടാൻ സാധിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് തഖ്വയോടെ പവിത്രമായ വിശ്വാസത്തോടെ ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്, ഹദീസിനെ മനസ്സിലാക്കേണ്ടത് ആർക്കാണോ ആദ്യം ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടത് അവർ മനസ്സിലാക്കിയതുപോലെയാണ്. സൃഷ്ടികളെ ആരാധിച്ചിരുന്ന, പരലോകത്തെ നിഷേധിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ആ ആളുകൾ ഖുർആൻ കേട്ടപ്പോൾ അള്ളാഹുവെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. നരകത്തെ പേടിക്കുന്നവരും സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരുമായി മാറി. ആ അറബികളിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോൾ അവരിൽ എന്തെല്ലാം പിഴച്ച വിശ്വാസങ്ങളും ന്യൂനതകളും ഉണ്ടായിരുന്നോ അതൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തിയത്. അപ്പൊ ഖുർആൻ ആദ്യം മനസ്സിലാക്കിയതാരാ? നബിയിൽ നിന്ന് നേരിട്ട് ദീൻ കേട്ടതാരാ? സ്വഹാബികളാണ്. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ കാണാം, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ, അതായത് യഹൂദികളും ക്രിസ്ത്യാനികളും പിഴച്ചവരും ഒക്കെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും. സ്വഹാബികളെ അഭിസംബോധന വരാൻ, സ്വഹാബികളെ നിങ്ങൾ മുഅ്മിനായതുപോലെ മറ്റുള്ളവരും മുഅ്മിനായാൽ ഫഖദ് ഇഹ്തദൗ ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, ഹിദായത്തിലായി. വഇൻ തവല്ലൗ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഭിന്നിച്ചാൽ. ഭിന്നത എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മനസ്സിലാക്കിയത് നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കലാണ് ഭിന്നത എന്ന വലിയൊരു തെറ്റിദ്ധാരണ നമ്മളുള്ളത്. നാട്ടുകാരൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭിന്നിച്ചുപോയി. അത് തെറ്റിദ്ധാരണ. ഭിന്നത എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഭൂരിപക്ഷത്തിൽ നിന്ന് തെറ്റി നിൽക്കലല്ല. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ല ഐക്യത്തിന്റെ മാനദണ്ഡം. പിന്നെന്താണെന്നറിയാമോ? ഭിന്നത എന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ തെറ്റ്, പ്രമാണങ്ങളിൽ നിന്ന് തെറ്റി നിൽക്കുക, അതിന്റെ പേരാ ഭിന്നത. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. സ്വഹാബികളിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ കക്ഷിത്വത്തിലായി. ഇന്ന് ലോകത്തെന്താ പല കക്ഷികൾ, ഭിന്നത, അഭിപ്രായ വ്യത്യാസം, തമ്മിൽ തല്ലുന്നു. മുസ്ലിങ്ങൾ എന്തിനാ പല ഗ്രൂപ്പായിട്ട് തമ്മിൽ തല്ലുന്നു എന്ന് ചോദിച്ചാൽ സ്വഹാബികൾ തെറ്റി. പരിഹാരം എന്താണ്? സ്വഹാബികളിലേക്ക് മടങ്ങുക. അപ്പൊ ഏറ്റവും ഈ തരീഖത്തുകാർക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്, അപകടം, അവർ അവലംബിക്കുന്നത് അവരുടെ ശൈഖുമാരെ മാത്രമാണ്. നമ്മളൊക്കെ റസൂലിന് ബൈഅത്ത് ചെയ്തവരാണ്. മുഅ്മിനുകൾ മുഴുവൻ ആർക്കാ ബൈഅത്ത് ചെയ്തത്? റസൂലിന്. അള്ളാഹുവിന്റെ റസൂലാണ് നമുക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നിസ്കാരത്തിലൂടെയും അല്ലാതെയും ബാങ്കിലൂടെയും ഇഖാമത്തിലൂടെയും ഒക്കെ ഈ ബൈഅത്ത് നമ്മൾ ആവർത്തിക്കും. നമ്മളെ ആർക്കാ ബൈഅത്ത് ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ. ഇവർ ബൈഅത്ത് ചെയ്യുന്നത് റസൂലിനല്ല, റസൂലിനേക്കാൾ വലിയ പദവി കൊടുക്കുന്ന ശൈഖുമാർക്കാണ്. അപ്പൊ സൂഫികളുടെ ഏറ്റവും വലിയ അപകടം അവർ റസൂലിനെ അങ്ങ് മാറ്റിവെച്ച് അവിടെ ഈ കള്ളന്മാരും കഞ്ചാവടിക്കാരുമായിട്ടുള്ള ശൈഖുമാരെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ദുനിയാവാണ് അവർക്ക് ഏറ്റവും പ്രധാനം. ദീനിന്റെ ഒരു പരിവേഷമുണ്ടാക്കി യഥാർത്ഥത്തിൽ ദുനിയാവിനെ ആസ്വദിക്കുകയും പരലോക ചിന്തയില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന ശൈത്വാന്റെ അനുയായികളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ തരീഖത്ത് പ്രസ്ഥാനങ്ങളും. ഇതിന് ഖാദിരി മെച്ചപ്പെട്ടത്, നഖ്ശബന്ദി നല്ലത്, ചിസ്തി മെച്ചപ്പെട്ടത് എന്നൊന്നും പറയാനില്ല. എല്ലാം ഇബ്ലീസിന്റെ തരീഖത്താണ്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രശ്നം, റസൂലിന് ബൈഅത്ത് ചെയ്യുന്നതിന് പകരം ഷെയ്ഖുമാർക്ക് ബൈഅത്ത് ചെയ്യുന്നു. റസൂലിനെ ബൈഅത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരണം. ഷഹാദത്തിനെ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അതിന് ദീന് പഠിക്കുകയല്ലാതെ കുറുക്കു വഴികളൊന്നുമില്ല. എത്ര വലിയ അപകടമാണ് വിവിധ തരീഖത്ത് പ്രസ്ഥാനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞേ പറ്റും.
ദീൻ പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ എല്ലാവരും പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ടും അപക്വത കൊണ്ടും സ്വർഗം നഷ്ടപ്പെടുകയും നരകത്തിൽ പതിച്ചു പോവുകയും ചെയ്യുന്ന ഗതികേടിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, പണ്ഡിതന്മാർ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട് നമ്മുടെ വീട്ടിലും ഹോസ്പിറ്റലുകളിലും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. وصلى الله على من لا نبي بعده.